IFKയിൽ കേന്ദ്രം വിലക്കേർപ്പെടുത്തിയ സിനിമകൾക്ക് അനുമതി ലഭിച്ചു. 19-ൽ 15 സിനിമകൾക്കാണ് കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചത്. രാഹുൽ ജി നാഥ് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. രാഹുൽ, അങ്ങനെ പ്രശ്നപരിഹാരം സാധ്യമാകുന്നു. ഏതൊക്കെ സിനിമകൾക്കാണ് ഇപ്പോൾ അനുമതി ലഭ്യമായിരിക്കുന്നത്? ഇനി എത്ര സിനിമകൾക്ക് അനുമതി ലഭിക്കണം? എന്തായാലും ഇനി 4 സിനിമകൾക്ക് കൂടി മാത്രമേ അനുമതി ലഭിക്കേണ്ടതായി ഉള്ളൂ. അതായത് 19 സിനിമകൾ, 259 സിനിമകളുടെ പാക്കേജ് അയച്ചതിൽ 19 സിനിമകൾക്കാണ് ഇത്തരത്തിൽ അനുമതി നിഷേധിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ തീരുമാനമുണ്ടായത്. നിലവിൽ എന്തായാലും 15 സിനിമകൾക്ക് അനുമതി ലഭിക്കുന്നു. ഇനി 4 സിനിമകൾ മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും ആശ്വാസകരം ബീഫ്, പലസ്തീൻ 36, ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ തുടങ്ങിയ സിനിമകൾ വലിയ വിവാദങ്ങൾ ഭാഗമായിരുന്നു. ആ സിനിമകൾ എന്തുകൊണ്ട് കാണിക്കുന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. ആ സിനിമകൾക്ക് അനുമതി ലഭിച്ചിരിക്കുന്നു. ഒപ്പം പലസ്തീൻ പ്രമേയമാക്കിയുള്ള സിനിമകളിൽ ഇനി ഒന്നിനുകൂടി മാത്രമാണ്, ഈ 4 എണ്ണത്തിൽ ഒന്നിനുകൂടി മാത്രമാണ് അനുമതി ലഭിക്കാനുള്ളത്. അതായത് അനുമതിയുടെ വിഷയം ഇനി സാങ്കേതികം മാത്രമാണ് സർക്കാരിനെ സംബന്ധിച്ച്. കാരണം സർക്കാർ എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കൂ എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞ നിർദ്ദേശം നൽകിയും കഴിഞ്ഞു. അപ്പോഴും കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകട്ടെ എന്ന് കരുതിയാണ് ഈ അനുമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും അക്കാദമി മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നത്. നിലവിൽ എന്തായാലും ഈ കാര്യങ്ങൾ, ഈ പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ട് 4 സിനിമകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളപ്പോഴും ആ 4 സിനിമകൾ കൂടി ഏതാണ്ട് ഉച്ചയ്ക്ക് മുൻപ് തന്നെ അനുമതി ലഭിക്കുമെന്നാണ് പറയുന്നത്. പറ്റുന്നിടങ്ങളിലെല്ലാം, അതായത് സ്ക്രീനിങ് ഇല്ലാത്ത സമയങ്ങളിൽ ഈ സിനിമ റീഷെഡ്യൂൾ ചെയ്യാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. അത് മെസ്സേജുകളായി തന്നെ ഡെലിഗേറ്റുകൾക്ക് കൈമാറാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ്. ഒരു പക്ഷേ എല്ലാ സിനിമകളും ഇത്തരത്തിൽ നഷ്ടം തന്നെയാണ്. കാരണം എല്ലാ സിനിമകളും ഇത്തരത്തിൽ റീഷെഡ്യൂൾ ചെയ്യുകയും പ്രയാസമാണ്. എന്തായാലും ബീഫ് ഉൾപ്പെടെയുള്ള സിനിമകൾ നാളെയാണ് സ്ക്രീനിങ് പ്രദർശനം ഉണ്ടാകും എന്ന പ്രതീക്ഷയുള്ള വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. ഒപ്പം കേന്ദ്രത്തിന് വിശദമായ ഈ പ്രമേയ വിവരണം അയച്ചു കൊടുത്തതിൻ്റെ ഭാഗമായാണ് ഇത് ലഭിച്ചതെന്നും പറയുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ വിശദമായ പ്രമേയം അയക്കാഞ്ഞതാണോ, അതോ അത് ഈ പറഞ്ഞതുപോലെ കേന്ദ്രം കാരണം വ്യക്തമാക്കാതെ ആവശ്യപ്പെടാഞ്ഞതാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും സിനിമ അയക്കാൻ വൈകിയിട്ടില്ല എന്ന് ചലച്ചിത്ര അക്കാദമി ആവർത്തിച്ച് പറയുകയാണ്. ആധികാരികമായ രേഖകൾ കയ്യിലുണ്ട്. മെയിൽ അയച്ച, അതായത് കേന്ദ്ര INB മന്ത്രാലയത്തിന് മെയിൽ അയച്ച തീയതി ഉൾപ്പെടെ കയ്യിലുണ്ട്. ആ ആത്മവിശ്വാസത്തിലാണ് തങ്ങളുള്ളത്. എന്തായാലും ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്തി ഇത് വിശദമായി തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ പറയുമെന്നാണ് പറയുന്നത്. ഒപ്പം ഈ ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ട് മുൻപ് നിന്നിരുന്ന ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം ഉണ്ട്. പലതിലും വിമർശനങ്ങളാണ്. അതിനെല്ലാം മറുപടി പറയാനുള്ള സമയമല്ല. മേളയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. വിവാദങ്ങൾക്ക് ഇനി ഇവിടെ സ്ഥാനമില്ല എന്നാണ് സംഘാടകർ പറയുന്നത്. രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ മേളയുമായി ബന്ധപ്പെട്ട് ചിത്രങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്ന പ്രതിസന്ധി നീങ്ങുന്നു. അതായത്